നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് 20 നക്ഷത്രഫലമാണ് ഇന്ന് പറയുന്നത്. ഇന്ന് ചില നക്ഷത്രക്കാർക്ക് പുറമേ നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നും കാണാത്ത ദിവസമായിരിക്കും. പക്ഷേ അകത്ത് ഒരു കാര്യം പതുക്കെ മാറിത്തുടങ്ങും. ഏറെ നാളായി കാത്തിരുന്ന ഒരു മറുപടി, പണവുമായി ബന്ധപ്പെട്ട ഒരു നീക്കം, അല്ലെങ്കിൽ മനസ്സിൽ വെച്ചിരുന്ന ഒരു തീരുമാനം, ഇവയിൽ ഏതെങ്കിലും ഒന്നിന് ഇന്ന് ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രഫലം മാത്രം കേൾക്കാതെ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗവും ശ്രദ്ധിച്ച് കേൾക്കുക. ചിലർക്ക് അവിടെ പറയുന്ന കാര്യമാണ് ഇന്നത്തെ പ്രധാന സൂചന. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരെ, ഇന്ന് നിങ്ങൾക്ക് ആദ്യം തോന്നുക ഇതൊക്കെ പഴയ പോലെ തന്നെയല്ലേ എന്നായിരിക്കും. പക്ഷേ ഉച്ചകഴിഞ്ഞ് കാര്യങ്ങളിൽ ചെറിയൊരു മാറ്റം കാണാം. ജോലിയുമായി ബന്ധപ്പെട്ട് കാത്തിരുന്ന ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് നേരിട്ട് അവസരം കിട്ടുന്നതിന് മുമ്പ് ഒരു ബന്ധത്തിലൂടെയോ പരിചയത്തിലൂടെയോ വിവരം വരാൻ സാധ്യതയുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ വലിയ നേട്ടം നോക്കുന്നതിന് പകരം മുടങ്ങിക്കിടന്ന ഒരു കാര്യം നീങ്ങുന്നതിലാണ് ഗുണകരം. ഒരു കാര്യം മാത്രം, ഇന്ന് ആരെങ്കിലും നിങ്ങളെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഉടൻ സമ്മതിക്കേണ്ടതില്ല. നിങ്ങളുടെ സമയമെടുത്ത് തീരുമാനിക്കുന്നതാണ് അശ്വതിക്കാർക്ക് ഇന്ന് നല്ലത്. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണിക്കാർക്ക് ഇന്ന് മനസ്സിൽ വച്ചിരുന്ന ഒരു കാര്യം വീണ്ടും സംസാരിക്കേണ്ടി വരും. കുടുംബത്തിലെ വിഷയമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ പറയുന്ന രീതിയാണ് ഇന്ന് പ്രധാനപ്പെട്ടത്. ഒരു വാക്ക് കൂടുതലായാൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. സാമ്പത്തികമായി ഒരു ചെറിയ ആശ്വാസം ഇന്ന് കാണുന്നു. നേരത്തെ കിട്ടാതെ പോയ പണം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു തുക സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് വിവരം ലഭിക്കാം. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സൂചന ഉണ്ട്. നിങ്ങളിൽ നിന്ന് അകന്നു നിന്ന ഒരാൾ വീണ്ടും നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സാഹചര്യം കാണുന്നു. അതിനെക്കുറിച്ച് ഉടൻ തീരുമാനമെടുക്കേണ്ടതില്ല. ആദ്യം കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുക. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇന്ന് എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്ന ദിവസമാണ്. ജോലിയിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് മേലധികാരികളുടെ ശ്രദ്ധ ഇന്ന് വരാം. ഉത്തരവാദിത്വം കൂടിയാലും അത് ഭയപ്പെടേണ്ട കാര്യമല്ല. അത് തന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറാം. ബിസിനസ്സുകാർക്ക് പഴയൊരു ബന്ധത്തിൽ നിന്ന് പുതിയൊരു സാധ്യത വരാം. പണം മുടക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ഇന്ന് തിടുക്കം വേണ്ട. ആദ്യം രേഖകളും നിബന്ധനകളും പരിശോധിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രം. രോഹിണിക്കാർക്ക് ഇന്ന് മനസ്സിന് ഒരു ആശ്വാസം കിട്ടുന്ന ദിവസമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ കാര്യം ചിന്തിച്ച് വിഷമിച്ചിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഒരാളുടെ വാക്കോ ഒരു വാർത്തയോ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. കുടുംബത്തിൽ സന്തോഷകരമായ ചർച്ച നടക്കാം. സ്ത്രീകൾക്ക് വീടുമായി ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത കേൾക്കാനുമുള്ള സാധ്യതയും ഇന്ന് കാണുന്നു. സാമ്പത്തികമായി കിട്ടുന്നതിനേക്കാൾ കിട്ടുന്ന പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇന്ന് പ്രധാനം. അനാവശ്യമായി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. അടുത്തത് മകയിരം രാശി. മകയിരം നക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു പുതിയ വഴി മനസ്സിൽ തെളിയും. ഇങ്ങനെ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം. അത് വെറും ചിന്തയായി വിട്ടുകളയരുത്. ജോലി മാറ്റം, പുതിയ ബിസിനസ്, പുതിയ ഒരു പഠനം, എന്തായാലും ഇന്ന് കിട്ടുന്ന ആശയം കുറിച്ചു വയ്ക്കുക. പിന്നീട് അതിന് പ്രാധാന്യം വരാം. പക്ഷെ ഒരു മുന്നറിയിപ്പ്, നിങ്ങളുടെ അടുത്ത നീക്കം എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട ദിവസമല്ല ഇന്ന്. ഇത് ആദ്യം കാര്യങ്ങൾ ഉറപ്പാക്കുക, പിന്നെ സംസാരിക്കുക. അടുത്തത് തിരുവാതിര നക്ഷത്രം. തിരുവാതിരക്കാർക്ക് ഇന്ന് ഒരു സംഭാഷണം കാര്യങ്ങൾ മാറ്റാം. ഒരു ഫോൺ കോൾ, മെസ്സേജ് അല്ലെങ്കിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച, ഇതിലൊന്നിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിവരം നിങ്ങൾക്ക് ലഭിക്കാം. ജോലിയിൽ സമ്മർദ്ദം ഉണ്ടെങ്കിലും അതിനിടയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ബന്ധത്തിൽ പഴയൊരു വിഷയം വീണ്ടും എടുത്തു പറയുന്നത് ഇന്ന് ഒഴിവാക്കുക. ഇന്ന് ജയിക്കേണ്ടത് വാദത്തിലല്ല, ബന്ധത്തിലാണ്. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഏറെ നാളായി കാത്തിരുന്ന കാര്യത്തിൽ ചെറിയൊരു നീക്കം കാണാം.
ഇത് ജോലി സംബന്ധമായിരിക്കാം, പണവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങൾ മനസ്സിൽ വച്ചിരുന്ന ഒരു തീരുമാനം ആയിരിക്കാം. ഇന്ന് മുഴുവൻ ഫലം ലഭിക്കണം എന്നില്ല, പക്ഷേ ഇത് ഇനി നടക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യത്തിൽ ഒരു വാതിൽ വീണ്ടും തുറക്കുന്നത് പോലെ ഉള്ള സൂചന നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തിക കാര്യത്തിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് റിസ്ക് എടുക്കാതിരിക്കുക. അടുത്തത് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് ഇന്ന് കുടുംബകാര്യങ്ങൾ മുൻപന്തിയിലാകും. ഒരാളുടെ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടേണ്ടി വരാം. നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് കാര്യങ്ങൾ ശാന്തമാകാനും ഇന്ന് സാധ്യതയുണ്ട്. ജോലിയിൽ വലിയ മാറ്റം ഇല്ലെങ്കിലും സ്ഥിരത കിട്ടുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് വിശ്രമമാണ്. ശരീരം ക്ഷീണിച്ചിട്ടും ജോലി മാത്രം നോക്കി പോകുന്നത് ഇന്ന് ഒഴിവാക്കുക. അടുത്തത് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാരെ ഇന്ന് ആളുകളെ വായിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് ഉണ്ടാകും. ഒരാൾ പറയുന്ന വാക്കുകളിൽ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നിയാൽ അത് അവഗണിക്കരുത്. പക്ഷേ തെളിവില്ലാതെ സംശയിക്കാനും പാടില്ല. പണവുമായി ബന്ധപ്പെട്ട പഴയൊരു പ്രശ്നത്തിന് പരിഹാരത്തിലേക്കുള്ള വഴി ഇന്ന് തുറക്കാം. ബന്ധങ്ങളിൽ തുറന്നു പറയേണ്ട കാര്യമുണ്ടെങ്കിൽ ഇന്ന് ശാന്തമായി സംസാരിക്കുക. മനസ്സിൽ വെച്ച് വലുതാക്കുന്നതിനേക്കാൾ സംസാരിച്ച് തീർക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അടുത്തത് മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസം കൂടുന്ന ദിവസമാണ്. നിങ്ങൾ എടുത്ത തീരുമാനത്തെക്കുറിച്ച് സംശയിച്ചിരുന്നെങ്കിൽ അതിന് അനുകൂലമായ ഒരു സൂചന ഇന്ന് ലഭിക്കാം. ജോലിയിലും ബിസിനസ്സിലും നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിൽ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ മറക്കരുത്. കുടുംബത്തിൽ ഒരു മുതിർന്ന വ്യക്തിയുടെ വാക്ക് ഇന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അടുത്തത് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് ഇന്ന് ബന്ധങ്ങളാണ് പ്രധാന വിഷയം. നാളുകളായി സംസാരിക്കാത്ത ഒരാളുമായി വീണ്ടും സംസാരിക്കാൻ സാഹചര്യം ഇന്ന് ഉണ്ടാകാം. കുടുംബത്തിൽ സന്തോഷം നൽകുന്നൊരു ചർച്ച നടക്കാം. സാമ്പത്തികമായി ചെറിയൊരു നേട്ടം വന്നാലും അതിനോടൊപ്പം ചെലവും കൂടും. അതുകൊണ്ട് ഇന്ന് കിട്ടിയതെല്ലാം ചെലവാക്കാതെ കുറച്ച് മാറ്റിവെക്കുക. അടുത്തത് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഇന്ന് ഉത്തരവാദിത്വം കൂടുന്ന ദിവസമാണ്. ആദ്യം അത് ഒരു ഭാരമായി തോന്നിയേക്കാം, പക്ഷേ പിന്നീട് മനസ്സിലാകും ഈ ഉത്തരവാദിത്വം തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ജോലിയിൽ അംഗീകാരം കിട്ടാനുള്ള സാധ്യത ഇന്നുണ്ട്. ബിസിനസ്സിൽ പഴയൊരു ഉപഭോക്താവോ പരിചയക്കാരോ വീണ്ടും ബന്ധപ്പെടാം. കുടുംബത്തിൽ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ കേൾക്കുക. അടുത്തത് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് ഇന്ന് കാര്യങ്ങൾ വേഗത്തിൽ അല്ല, പക്ഷേ ശരിയായ ദിശയിൽ നീങ്ങും. നിങ്ങൾ പ്രതീക്ഷിച്ച മറുപടി വൈകിയാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. പണവുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യത കുറയ്ക്കാൻ ഇന്ന് അവസരം കിട്ടാം. രേഖകൾ, പണമിടപാടുകൾ, ഓൺലൈൻ ഇടപാടുകൾ എന്നിവയിൽ ചെറിയൊരു ശ്രദ്ധ വേണം. അടുത്തത് ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു പുതിയ ആശയം വരും. ഇത് ജോലി സംബന്ധമായിരിക്കാം, സ്വന്തം ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന തോന്നലാകാം. ആ ആശയം ഗൗരവമായി നിങ്ങൾ എടുക്കുക. എന്നാൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് തീരുമാനം എടുക്കരുത്. നിങ്ങളുടെ സമയം നിങ്ങൾക്കുണ്ട്. അടുത്തത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ഇന്ന് 2 വഴികളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടി വരാം. 2 എളുപ്പമുള്ള വഴി, മറ്റൊന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് വഴി. ഭാവിയിൽ ഗുണം തരുന്ന ഒരു വഴി. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഇന്ന് ഉടൻ കിട്ടുന്ന നേട്ടത്തേക്കാൾ പിന്നീട് സ്ഥിരത നൽകുന്ന തീരുമാനമാണ് നിങ്ങൾക്ക് നല്ലത്. പണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ഇന്ന് കാത്തിരുന്ന ഒരു വാർത്തയുടെ സൂചനയുണ്ട്. ഫോൺ കോൾ ആയിരിക്കാം, മെസ്സേജ് ആയിരിക്കാം, ഒരാളുടെ നേരിട്ടുള്ള സംസാരമായിരിക്കാം. വാർത്ത നിങ്ങൾ പ്രതീക്ഷിച്ച രൂപത്തിൽ വരണം എന്നില്ല. അതുകൊണ്ട് ആദ്യം പ്രതികരണത്തിൽ തന്നെ തീരുമാനം എടുക്കരുത്. ആദ്യം കേൾക്കുക, പിന്നീട് തീരുമാനമെടുക്കുക. അടുത്തത് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിലെ ഒരു ഭാരത്തിന് കുറവ് വരും. കുടുംബത്തിൽ നിങ്ങൾ ഒറ്റയടിക്ക് കൈകാര്യം ചെയ്തിരുന്ന കാര്യത്തിൽ ഒരാളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിൽ അധിക ഉത്തരവാദിത്വം വരാം, പക്ഷേ അതിനു പിന്നിൽ ഒരു നല്ല സാധ്യതയുണ്ട്.
മറ്റുള്ളവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സ്വയം ബുദ്ധിമുട്ടേണ്ടതില്ല. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്ന് ശ്രദ്ധയോടെ നീങ്ങേണ്ട ദിവസമാണ്. ആരെ വിശ്വസിക്കണം, എന്ത് പറയണം, എപ്പോൾ പറയണം, ഇവയിൽ ചെറിയൊരു തെറ്റ് പോലും ഇന്ന് നിങ്ങൾക്ക് പ്രശ്നമാക്കാം. പ്രത്യേകിച്ച് പണം, കരാറോ ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ വായിച്ചുറപ്പിച്ച ശേഷം മാത്രം സമ്മതിക്കുക. അതേസമയം ശരിയായ നീക്കം നടത്തിയാൽ ഇന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് കാര്യങ്ങൾ തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് പഴയൊരു പ്രശ്നം പുതിയ രീതിയിൽ പരിഹരിക്കാനുള്ള അവസരം ഇന്ന് വരാം. ജോലി അന്വേഷിക്കുന്നവർ ശ്രമം നിർത്തരുത്. ഒരു ശ്രമം പരാജയപ്പെട്ടതുകൊണ്ട് വഴി അടഞ്ഞിട്ടില്ല. ബിസിനസ്സിൽ ഒരു പുതിയ പരിചയം പിന്നീട് നിങ്ങൾക്ക് ഗുണമാകാം. അടുത്തത് പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് ഇന്ന് സ്വന്തം കഴിവിൽ വിശ്വാസം വേണം. മറ്റുള്ളവർ മുന്നോട്ട് പോയെന്ന് കരുതി നിങ്ങൾ പിന്നിലാണെന്ന് കരുതരുത്. നിങ്ങളുടെ വഴി കുറച്ച് വൈകിയാലും ഉറപ്പുള്ളതായിരിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ ചെലവ് നിയന്ത്രിക്കുക. ബന്ധങ്ങളിൽ സ്നേഹത്തോടെ സംസാരിച്ചാൽ പഴയൊരു അകലം കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രം. ഉത്രാടക്കാർക്ക് ഇന്ന് ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. പക്ഷേ അതിനോടൊപ്പം അംഗീകാരത്തിനുള്ള സാധ്യതയും ഇന്നുണ്ട്. ജോലിയിൽ നിങ്ങളെ പരീക്ഷിക്കുന്ന സാഹചര്യം വന്നാൽ പിന്മാറേണ്ടതില്ല. കുടുംബത്തിൽ മുതിർന്ന ഒരാളുടെ ഉപദേശം ഇന്ന് അവഗണിക്കാതിരിക്കുക. അടുത്തത് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇന്ന് സമാധാനമാണ് ഏറ്റവും വലിയ ശക്തി. ചെറിയൊരു വാക്കുതർക്കം വന്നാൽ ഉടൻ മറുപടി പറയാതെ കുറച്ച് സമയം കൊടുക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ സ്ഥിതി മെച്ചപ്പെടാനുള്ള സൂചനയുണ്ട്. ജോലിയിൽ നിങ്ങളുടെ സ്ഥിരത ശ്രദ്ധിക്കപ്പെടും. അടുത്ത് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെ കാറ്റ് തുടങ്ങുന്ന ഒരു ദിവസമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വമോ അവസരമോ ഇന്ന് വരാം. ബിസിനസ്സിൽ ഒരു പുതിയ ബന്ധം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പക്ഷേ പഴയ കാര്യങ്ങൾ വലിച്ചിഴച്ച് ഇന്നത്തെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അടുത്തത് ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിൽ ഒരു തീരുമാനം ഉറപ്പാകും. നാളുകളായി മാറ്റിവെച്ചിരുന്ന കാര്യം ഇനി എന്ത് ചെയ്യണം എന്ന തോന്നൽ ശക്തമാകും. അതിന് ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കി തുടങ്ങുക. സാമ്പത്തികമായി ചെറിയ ചെലവുകൾ കൂടാതിരിക്കാൻ ഇന്ന് ശ്രദ്ധിക്കുക. അടുത്തത് പൂരോരുട്ടാതി നക്ഷത്രം. പൂരോരുട്ടാതിക്കാർക്ക് ഇന്ന് പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത ലഭിക്കാം. പ്രത്യേകിച്ച് ജോലി, പണം, കുടുംബം, തീരുമാനം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കാത്തിരുന്ന മാറ്റത്തിന് ആദ്യ സൂചന കാണാം. നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയവരുടെ വാക്കുകൾ ഇന്ന് മനസ്സിൽ വെക്കേണ്ടതില്ല. നിങ്ങളുടെ സമയം വരുമ്പോൾ അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ സാധിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് ശാന്തമായി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഗുണകരം. നിങ്ങൾ പ്രതീക്ഷിച്ച സഹായം ശരിയായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസമുണ്ടാകും. കുടുംബത്തിൽ നിങ്ങളുടെ ഒരു വാക്ക് തന്നെ ഒരു പ്രശ്നം ശാന്തമാക്കാൻ നിങ്ങളെ സഹായിക്കും. അടുത്തത് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഫലത്തിൽ ഒരു പ്രത്യേക സൂചനയുണ്ട്. നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന മാറ്റം എപ്പോൾ വരും എന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ആദ്യ അടയാളം കാണാൻ സാധ്യതയുണ്ട്. ജോലിയിലോ സാമ്പത്തിക കാര്യത്തിലോ പുതിയൊരു വഴി തുറക്കാം. പക്ഷേ മറ്റുള്ളവർ പറയുന്ന വാക്ക് മാത്രം വിശ്വസിച്ച് തീരുമാനമെടുക്കരുത്. ആദ്യം ഉറപ്പാക്കുക, പിന്നെ മുന്നോട്ടു പോകുക. കാരണം ചിലപ്പോൾ വലിയ മാറ്റം തുടങ്ങുന്നത് വലിയൊരു സംഭവത്തിലൂടെയല്ല, ഒരു ചെറിയ വാർത്തയിലൂടെ ആയിരിക്കും. ഇന്നത്തെ അവസാന സന്ദേശം. ഇന്നത്തെ 27 നക്ഷത്രഫലങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വൈകിയ കാര്യങ്ങൾ വീണ്ടും നീങ്ങിത്തുടങ്ങുന്ന സമയമാണ്. ചിലർക്ക് ഇന്ന് വാർത്ത കിട്ടും, ചിലർക്ക് ഒരു ഫോൺ കോൾ വരും, ചിലർക്ക് ഒരു പുതിയ അവസരത്തിൻ്റെ സൂചന ലഭിക്കും, മറ്റു ചിലർക്ക് ഇതുവരെ എടുത്ത തീരുമാനമാണ് ശരിയെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഇന്ന് ചെറിയൊരു മാറ്റം പോലും നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങളുടെ നക്ഷത്രഫലത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഭാഗം കമൻറ്റിൽ എഴുതുക. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും പുതിയൊരു ദിവസത്തിൻ്റെ പുതിയ ഫലവുമായി ജ്യോതിർവാണിയിൽ കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഈശ്വരാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.